Welcome to BSc Main Physics, Semester 5, Paper 2, Statistical Physics, Research Methodology and Disaster Management. We are seeing research methodology. And today, in this class number 22, S22, we see the remaining part of main text of dissertation. The remaining part of the main text of dissertation continued. Main text of research report continued. That is the topic in this class, and this is the continuation of the previous class, S21. So in the previous class we have seen two parts of the main text, and the two parts are abstract and introduction, and the third, fourth and fifth parts are discussed here. The third part of the main text is experimental section. What is it? Experimental section. This section is also called a methodology. The experimental section serves, you read as serves, SER, serves to help the reader understand the significance of the experiment and all issues that are later addressed. The procedure that is performed in the laboratory, including what apparatus, materials used, temperature, etc., should be written in this. അപ്പോൾ മെയിൻ ടെക്സ്റ്റിലെ മൂന്നാമത്തെ ഭാഗമായിട്ട് വരുന്ന എക്സ്പെരിമെൻ്റ് സെക്ഷനാണ്. അതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ സെക്ഷനെ, എക്സ്പെരിമെൻ്റ് സെക്ഷനെ വിളിക്കുന്ന മറ്റൊരു പേരുടെ മെത്തഡോളജി. ദി എക്സ്പെരിമെൻ്റ് സെക്ഷൻ സർവ്സ് ടു ഹെൽപ്പ് ദി റീഡർ അണ്ടർസ്റ്റാൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി എക്സ്പെരിമെൻറ്റ് ആൻഡ് ഓൾ ദി ഇഷ്യൂസ് റിലേറ്റഡ് ദറ്റ് ആർ ലേറ്റർ അഡ്രസ്ഡ്. അതായത് ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ആ സിഗ്നിഫിക്കൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഇഷ്യൂസ് എല്ലാം ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദ പ്രൊസീജിയർ ദാറ്റ് ഈസ് പെർഫോംഡ് ഇൻ ദി ലബോറട്ടറി ഇൻക്ലൂഡിംഗ് വാട്ട് അപ്പാരറ്റസ്, മെറ്റീരിയൽസ് യൂസ്ഡ്, ടെമ്പറേച്ചർ എക്സെട്ര ഷുഡ് ബി റിട്ടൺ ഇൻ ദിസ്. ഇപ്പോൾ നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന അപ്പാരറ്റസ്, അതിന് വേണ്ട മെറ്റീരിയൽസ്, കെമിക്കൽസ്, ടെമ്പറേച്ചർ, ഇവയെല്ലാം നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യണം. എക്സ്പെരിമെൻ്റൽ സെക്ഷനിലെ മെത്തഡോളജിയിൽ പറയണം. The synthetic and analytical methods adopted should be given. A well-written experimental section will allow the reader to carry out experiment in the same way as the original experiment. The experimental section should be written in complete sentences and in paragraph format. While writing the experimental section, it is important to keep the end result in mind. That is the part. The synthetic and analytical methods adopted should be given. എക്സ്പെരിമെൻ്റ് സെക്ഷനിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള സിന്തറ്റിക്കും അനലിറ്റിക്കൽ മെത്തേഡ് കൊടുക്കണം. എ വെൽ റിട്ടൺ എക്സ്പെരിമെൻ്റ് സെക്ഷൻ വിൽ അലൗ ദി റീഡർ ടു ക്യാരി ഔട്ട് എക്സ്പെരിമെൻറ്റ് ഇൻ ദ സെയിം വേ ആസ് ദി ഒറിജിനൽ എക്സ്പെരിമെൻറ്റ്. ഒറിജിനൽ എക്സ്പെരിമെൻറ്റ് പോലെ തന്നെ അത് വായിച്ചിട്ട്, ഈ മെയിൻ ടെക്സ്റ്റിലെ എക്സ്പെരിമെൻ്റൽ സെക്ഷൻ വായിച്ചിട്ട് മറ്റൊരാൾക്ക് ഈ പരീക്ഷണം, ഈ എക്സ്പെരിമെൻറ്റ് ആവർത്തിക്കാൻ കഴിയണം. The experimental section should be written in complete sentences or in paragraph format. Paragraph formatil complete sentences വേണം, പൂർണ്ണമായ സെൻറ്റൻസിൽ വേണം ഈ എക്സ്പെരിമെൻ്റ് സെക്ഷൻ എഴുതാൻ. While writing the experimental section, it is important to keep the end result in mind. അപ്പോൾ എക്സ്പെരിമെൻ്റൽ സെക്ഷൻ നമ്മൾ എഴുതുമ്പോൾ എൻഡ് റിസൾട്ട്, അവസാനം കിട്ടുന്ന റിസൾട്ടിനെ കുറിച്ച് ഒരു ഓർമ്മ ഉണ്ടായിരിക്കണം. The focus of, നമ്മൾ കേന്ദ്രീകരിക്കുന്നത്, the focus of each sentence should be the observation made, data collected and the inference arrived at. The focus of each sentence, ഓരോ വാക്യത്തിൻ്റെയും വാക്യവും കേന്ദ്രീകരിക്കുന്നത് എന്തിലേക്കാണ്? ഒബ്സർവേഷൻ മെയ്ഡ്, നമ്മളുടെ നടത്തിയ നിരീക്ഷണങ്ങൾ, ഡേറ്റ കളക്റ്റഡ്, എന്തെല്ലാം ഡേറ്റ കളക്ട് ചെയ്തു, ആൻഡ് ദി ഇൻഫറൻസ് അറൈവ്ഡ്, നമ്മൾ എത്തിച്ചേർന്ന അനുമാനങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ വേണം എഴുതാൻ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ടെക്സ്റ്റ് നാലാമത്തെ ഭാഗം റിസൾട്ട്സ് ആണ്. റിസൾട്ട്സ് ആർ ദി ഫൈൻഡിങ്സ് ഓഫ് ദി റിസർച്ച്. ഇൻ എക്സ്പെരിമെൻ്റൽ റിസർച്ച്, റിസൾട്ട് സെക്ഷൻ ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് പ്ലേസ് ടു പ്രസൻറ്റ് ദ ഫൈൻഡിങ്സ് ഓഫ് ദി റിസർച്ച്. Writing the results as a separate section makes the focus first on what results obtained. You read as obtained, obtained. It sets out closely what happened in experiment without worrying about their implications.
അപ്പോൾ ഈ മെയിൻ ടെക്സ്റ്റിലെ റിസൾട്ട്സ് സെക്ഷൻ എന്താണ് സൂചിപ്പിക്കുന്നത്? റിസൾട്ട്സ് ആർ ദി ഫൈൻഡിങ്സ് ഓഫ് ദ റിസർച്ച് ഇൻ എക്സ്പെരിമെൻ്റൽ റിസർച്ച്. In experimental research, the result section is the most appropriate place to present findings of the research. Writing the results as a separate section makes the focus first on what the results obtained. It sets out closely what happened in experiment without worrying about their implications. അപ്പോൾ ഈ റിസർച്ചിലെ ഫൈൻഡിങ്സാണ് നമ്മൾ റിസൾട്ട് എഴുതുന്നത്. ഇവിടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നത്. അതിനുള്ള റിസൾട്ടിൻ്റെ ഏറ്റവും പറ്റിയ സ്ഥലം ഈ റിസൾട്ട് സെക്ഷനാണ്. റൈറ്റ് ദ റിസൾട്ട്സ് അത് സെപ്പറേറ്റ് സെക്ഷൻ, ഒരു പ്രത്യേക സെക്ഷനായിട്ട് റിസൾട്ട് എഴുതാൻ കാരണം നമുക്കിതിൻ്റെ റിസൾട്ട്സ് പ്രത്യേക ഫോക്കസ് കാണിക്കാൻ വേണ്ടിയാണ്. ഈ സെറ്റ്സ് ഔട്ട് ക്ലോസ്ലി വാട്ട് ഹാപ്പൻ ഇൻ എക്സ്പെരിമെൻറ്റ്, പരീക്ഷണത്തിൽ എന്ത് സംഭവിച്ചു, എന്ത് റിസൾട്ട് കിട്ടി, അതെല്ലാം ഇവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്. ദ റിസൾട്ട് സെക്ഷൻ sets out key experimental results. This section presents his or her results. The introduction of each result section should outline the relevant background of the field. Each experiment or group of experiments in the result section should include statement of purpose of experiment, a description of the experiment, and the results with the table, etc. The result section should set out key experiment results. പ്രധാനപ്പെട്ട എക്സ്പെരിമെൻ്റ് റിസൾട്ട് ഇതിനകത്ത് കാണാം. This section presents his or her results during the experiment. പരീക്ഷ ചെയ്തപ്പോൾ ഒരാൾക്ക് കിട്ടിയ റിസൾട്ടാണ് ഇവിടെ എഴുതുന്നത്. The introduction of each results section should outline the relevant background of the field. നമ്മൾ ആ റെലവൻ്റ് ബാക്ക്ഗ്രൗണ്ട് കൂടി ഒന്ന് പറഞ്ഞേക്കണം. Each experiment or group of experiments in the result section should indicate a statement of purpose of experiment. ഈ പരീക്ഷണത്തിൻ്റെ പർപ്പസ്, ഉദ്ദേശം എന്താണെന്ന് നമ്മളൊന്ന് കാണിച്ചിരിക്കണം. അതിനകത്ത് ഡിസ്ക്രിപ്ഷൻ, ഒരു കോമായിട്ടുണ്ട്, എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി എക്സ്പെരിമെൻറ്റ് റിസൾട്ട്സ് വിത്ത് ടേബിൾ. അപ്പോൾ പർപ്പസ് പറയണം, ആ പരീക്ഷണത്തിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ചെറുതായിട്ട് പറയണം, റിസൾട്ട്സ് ടേബിൾ സഹിതമുള്ള റിസൾട്ടും ഈ റിസൾട്ട് സെക്ഷനിലാണ് ചേർക്കുന്നത്. ഇനി മെയിൻ ടെക്സ്റ്റിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഡിസ്കഷൻ പാർട്ട്. അപ്പോൾ നമ്മൾ ഓരോ പാർട്ട് പറയുകയാണ്. കഴിഞ്ഞ ക്ലാസ് അബ്സ്ട്രാക്റ്റും ഇൻട്രൊഡക്ഷനും പറഞ്ഞു, ഇവിടെ എക്സ്പെരിമെൻ്റ് സെക്ഷനും പറഞ്ഞു, റിസൾട്ട് സെക്ഷനും പറഞ്ഞു. ഇനി ഡിസ്കഷൻ സെക്ഷനാണ്. ഇൻ ദ ഡിസ്കഷൻ സെക്ഷൻ ഓഫ് ദി മെയിൻ ടെക്സ്റ്റ്, എസ്പെഷ്യലി ഫോർ സയൻറ്റിഫിക് പേപ്പർ, analysis and discussion results are given, and this section is written more interpretatively, carefully and in depth about the subject. The discussion section should follow from the results and relates back to the literature review. In the discussion section of the main text, especially for scientific paper, analysis and discussion of the results are given. ഇപ്പോൾ ഡിസ്കഷൻ സെക്ഷനിൽ ആ മെയിൻ ടെക്സ്റ്റിൽ പറഞ്ഞ ഡിസ്കഷൻ സെക്ഷനിൽ നമ്മുടെ പരീക്ഷണത്തിൻ്റെ അനാലിസിസ്, റിസൾട്ടിൻ്റെ ഡിസ്കഷൻ ഇവയെല്ലാം ചേർക്കണം. ദിസ് സെക്ഷൻ റിട്ടേൺ മോർ ഇൻ്റർപ്രറ്റേറ്റീവ്ലി, സ്വയം വ്യാഖ്യാനിക്കപ്പെടാവുന്ന തരത്തിൽ വേണം എഴുതാൻ, ശ്രദ്ധാപൂർവ്വം എഴുതണം. ആർ ഇൻ ഡെപ്ത്, ആഴത്തിൽ തന്നെ നമ്മൾ സബ്ജക്റ്റ് വിശകലനം ചെയ്യണം. The discussion section should follow from the results and relates back to the literature review. അപ്പോൾ റിസൾട്ടിനെ അനുബന്ധിച്ചാണ് നമ്മൾ ഡിസ്കഷൻ സെക്ഷൻ എഴുതുക. അത് നമ്മൾ നടത്തിയിട്ടുള്ള ലിറ്ററേച്ചർ റിവ്യൂ അതുമായിട്ട് റിലേറ്റ് ചെയ്യുകയും വേണം, ബന്ധപ്പെടുത്തുകയും വേണം. If the results have broader implications, ഇതിന് ഈ റിസൾട്ടിന് വ്യാപകമായ സൂചനകളുണ്ടെങ്കിൽ, if the results have broad implications, they are discussed in this section.
The researcher should try to demonstrate limitations of the research. The discussion section needs to review research findings. Discussion might be called a summary of finding. അപ്പോൾ കണ്ടെത്തലുകളുടെ ഒരു സമ്മറിയാണ് ഡിസ്കഷനകത്ത് വരുന്നത്. ഈ റിസൾട്ട്സ് ഹാവ് ബ്രോഡർ ഇംപ്ലിക്കേഷൻസ്. നമുക്ക് കിട്ടിയ റിസൾട്ടിനെ കുറച്ചുകൂടി കാര്യങ്ങൾ, കുറച്ചുകൂടി സൂചനകൾ ബ്രോഡറായിട്ട് അതിന് ചില സൂചനകൾ ഇംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ദേ ആർ ഡിസ്കസ്ഡ്. അവയെല്ലാം ഇവിടെ പറയണം. ഇത് റിസർച്ചർ ഷുഡ് ട്രൈ ടു ഡെമോൺസ്ട്രേറ്റ് ലിമിറ്റേഷൻസ് ഓഫ് ദി റിസർച്ച്. അയാളുടെ പരീക്ഷണത്തിൻ്റെ പോരായ്മകൾ, അതിൻ്റെ ലിമിറ്റേഷൻസ്, അതിൻ്റെ ഡ്രോബാക്സ്, അതിനെക്കുറിച്ച് പറയാൻ റിസർച്ചറിന് ഇവിടെ കഴിയണം. The discussion section needs to review research findings. കണ്ടെത്തലുകളുടെ ഒരു റിവ്യൂ ഈ ഡിസ്കഷൻ സെക്ഷനിൽ വേണം. ഡിസ്കഷൻ മൈറ്റ് ബി കോൾഡ് സമ്മറി ഓഫ് ഫൈൻഡിങ്സ്. കണ്ടെത്തലുകളുടെ ഒരു സമ്മറി ആയിട്ട് ഈ ഡിസ്കഷനെ കരുതാം. The discussion section should briefly remind the reader about the research question and principal findings. Make sure to acknowledge the possible interpretation of results in the discussion section and admit limitations. The discussion section should broadly remind the reader about the research question and principal findings. പ്രധാനപ്പെട്ട കണ്ടെത്തലുകളും നമ്മുടെ റിസർച്ച് ടോപ്പിക്കും ഒക്കെ ഇവിടെ അത് ഓർപ്പിക്കണം. വായിക്കുന്ന ആളിന് അത് മനസ്സിലാക്കണം. മേക്ക് ഷുവർ ടു അക്നോളജ് ദി പോസിബിൾ ഇൻ്റർപ്രിട്ടേഷൻ. സാധ്യമായ വ്യാഖ്യാനങ്ങൾ ഇവിടെ സൂചിപ്പിക്കണം. റിസൾട്ട്സ് ആൻഡ് ഡിസ്കഷൻ സെക്ഷൻ ആൻഡ് അഡ്മിറ്റ് ലിമിറ്റേഷൻസ്. അപ്പോൾ റിസൾട്ടിൻ്റെയും ഡിസ്കഷൻ സെക്ഷൻ്റെയും കാര്യങ്ങൾ ഇവിടെ പ്രത്യേകം ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലായിരിക്കണം. എന്നിട്ട് എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കുകയും വേണം, അഡ്മിറ്റ് ചെയ്യുകയും വേണം. The purpose of discussion section is to highlight the major statistical findings from the result section and interpretation. ഇപ്പോൾ റിസൾട്ട് സെക്ഷനിൽ ഉള്ള കാര്യങ്ങളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യണം ഇവിടെ. All explanations must be supported by the results of the data analysis. നമ്മൾ ചെയ്ത ഡേറ്റ അനാലിസിസ്, അതിൻ്റെ റിസൾട്ട് അവ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം. അവർക്ക് അവയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കണം എക്സ്പ്ലനേഷൻ കൊടുക്കാൻ. ഡിസ്കഷൻ സെക്ഷൻ നീഡ് നോട്ട് ഇൻക്ലൂഡ് എനി നമ്പർ. ഇതിനകത്ത് പ്രത്യേകം നമ്പർ ഇടേണ്ട കാര്യമില്ല. ഓൾസോ ദർ ഈസ് നോ നീഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ടു ബി റിപ്പീറ്റഡ് ഫ്രം ദി റിസൾട്ട്സ്. അപ്പോൾ നേരത്തെ നമ്മൾ റിസൾട്ടിലായിട്ട് എഴുതിയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് വീണ്ടും ഇവിടെ നിരത്തേണ്ട കാര്യമില്ല. കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ മതി. അല്ലാതെ ടേബിൾസോ അല്ലെങ്കിൽ ചാർട്ടോ വീണ്ടും ഇവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ കഴിഞ്ഞ 2 ക്ലാസ്സിൽ, ഈ ക്ലാസ്സും കഴിഞ്ഞ ക്ലാസ്സിൽ ഉൾപ്പെടുത്തി ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ക്ലാസ്സും ചേർത്തങ്ങ് വായിച്ചാൽ മതി, ഇതിൻ്റെ ഉത്തരം കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 1, essay. Explain the main text of a thesis dissertation. Briefly explain its important sections. 5 സെക്ഷനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എല്ലാ സെക്ഷനിലും പലാവർത്തി വായിക്കുക. ഇപ്പോൾ നമ്മൾ റിസൾട്ട് ഡിസ്കഷനെ വായിക്കുമ്പോഴേ ചില സെൻറ്റൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. കാരണം റിസൾട്ടിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഡിസ്കഷനിൽ വരുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസുകൾ ഒരു ഓവർലാപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ച് നമ്മൾ കുറേ എഴുതാൻ പഠിച്ചാൽ മതി. അപ്പോൾ 5 സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കണം. മെയിൻ ടെക്സ്റ്റ് ചോദിച്ചാൽ, അതായത് ഡിസർട്ടേഷനിലെ 2ാമത്തെ പാർട്ടാണല്ലോ ഈ മെയിൻ ടെക്സ്റ്റ്. ആദ്യ പാർട്ട് നമ്മൾ പ്രിലിമിനറി സെക്ഷൻ, അതിനൊരു ക്വസ്റ്റ്യനും പറഞ്ഞു, കണ്ടൻസ് ഓഫ് ടേബിൾസ് അതൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ ചാർട്ട് ഫിഗേഴ്സൊക്കെ പറഞ്ഞിരുന്നു. അത് ഫസ്റ്റ് പാർട്ട് അതിൻ്റെ എസ്സേ പറഞ്ഞു. അപ്പോൾ സെക്കൻഡ് പാർട്ട് മെയിൻ ടെക്സ്റ്റാണ്. മെയിൻ ടെക്സ്റ്റിൽ 5 കാര്യങ്ങളാണ്. അബ്സ്ട്രാക്ട്, ഇൻട്രൊഡക്ഷൻ, എക്സ്പെരിമെൻ്റൽ സെക്ഷൻ, റിസൾട്ടിൻ്റെ ഡിസ്കഷൻ, അങ്ങനെ 5 സെക്ഷനാണ്. ആ 5 സെക്ഷൻ ചേർത്തുകൊണ്ടുള്ള എസ്സേ ആണിത്. എക്സ്പ്ലൈൻ ദി മെയിൻ ടെക്സ്റ്റ് ഓഫ് എ തീസിസ് ഡിസർട്ടേഷൻ, ബ്രീഫ്ലി എക്സ്പ്ലൈൻ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ്. അപ്പോൾ ആൻസറിൻ്റെ ഹിൻ്റാണ് ബ്രാക്കറ്റിൽ. ആൻസർ, റൈറ്റ് ദ 5 sections ഡിസ്കസ്ഡ് ഇൻ ദിസ് ക്ലാസ് ആൻഡ് ഓൾസോ ഇൻ ദി പ്രീവിയസ് ക്ലാസ്. ക്വസ്റ്റ്യൻ നമ്പർ 2, എക്സ്പ്ലൈൻ ദ മീനിങ്. ഒരു എം വേണ്ട ഇവിടെ. എക്സ്പ്ലൈൻ ദ മീനിങ് ഓഫ് അബ്സ്ട്രാക്ട് സെക്ഷൻ ഓഫ് എ തീസിസ്.
Question number 3, what is the need for introduction? Introduction in a thesis. Thesis-il introductory chapter-ന്റെ ആവശ്യം എന്താണ്? What is discussed in the discussion section of the main text of a thesis? ഒരു തിസീസിൻ്റെ ഡിസ്കഷൻ സെക്ഷനിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? അപ്പോൾ അത് ആ പാർട്ട് വായിച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ആൻഡ് വിത്ത് ദീസ് ദ മെയിൻ ടെക്സ്റ്റ് ക്ലാസ് നമ്പർ 22 about the main text of a thesis is over. We see another topic, the continuation of this research methodology in the next class. Thank you very much.